നമസ്കാരം, സ്വാഗതം. ഒരു നല്ല മനുഷ്യനാവുക അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടോ? പലപ്പോഴും നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ സ്രോതസ്സ്, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഒരു ഭാഗം, ഒരുപക്ഷെ അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് നൽകാനുള്ള ഒരു ശ്രമമാണ്. സുകൃതങ്ങൾ അഥവാ വെർച്യൂസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സുകൃതങ്ങൾ? അവ നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. തീർച്ചയായും ഇതൊരു വെറും ലിസ്റ്റ് അല്ല എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം. ഓക്കെ, ഇതൊരു ചിട്ടയായ ജീവിത രീതിയുടെ ഒരു രൂപരേഖയാണ്. നിങ്ങൾ തന്ന ഈ പുസ്തകത്തിൽ സുകൃതങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിനെ പ്രധാനമായും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. രണ്ടായിട്ടോ? അതെ. ഒന്ന്, മാനുഷിക സുകൃതങ്ങൾ, അതായത് നമ്മുടെ സ്വന്തം പ്രയത്നത്തിലൂടെയും പരിശീലനത്തിലൂടെയും നേടിയെടുക്കാൻ പറ്റുന്നവ. രണ്ട്, ദൈവിക സുകൃതങ്ങൾ, അതായത് ദൈവം നേരിട്ട് നമുക്ക് നൽകുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നവ. ഈ വേർതിരിവ് മനസ്സിലാക്കുന്നത് തന്നെ ഈ വിഷയത്തിലേക്കുള്ള നല്ലൊരു തുടക്കമാകും. ശരി, അപ്പോൾ ആദ്യം തന്നെ ഈ വാക്കിന്റെ അർത്ഥത്തിൽ നിന്ന് തുടങ്ങാം. വെർച്യൂ അല്ലെങ്കിൽ സുകൃതം എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഈ പുസ്തകം നൽകുന്ന നിർവചനം വളരെ ലളിതമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥിരമായ സ്വഭാവം അല്ലെങ്കിൽ ശീലം. ഒരു ശീലം? അതെ. ഇതൊരു ഒറ്റപ്പെട്ട നല്ല പ്രവൃത്തിയല്ല. ഉദാഹരണത്തിന്, വഴിയിൽ കിടന്ന് കിട്ടിയ ഒരു പേഴ്സ് തിരികെ കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ അത് സുകൃതമാകണമെന്നില്ല. ഓ. എന്നാൽ സത്യസന്ധത ഒരു ശീലമാകുമ്പോഴാണ് അത് സുകൃതമായി മാറുന്നത്. ഏത് സാഹചര്യത്തിലും സത്യം പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥിരം സ്വഭാവം. അതായത് ഒരുതരം മോറൽ മസിൽ എന്ന് പറയാമല്ല? ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു തരം മോറൽ മസിൽ. മോറൽ മസിൽ, അത് നല്ലൊരു പ്രയോഗമാണ്. അപ്പോൾ ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? വെറുതെ ഒരു നല്ല മനുഷ്യൻ എന്ന് പേരെടുക്കാനാണോ? അതിനപ്പുറത്തേക്കൊരു ലക്ഷ്യമുണ്ട്. ഈ സ്രോതസ് അനുസരിച്ച് സുകൃതപൂർണമായൊരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തെപ്പോലെ ആകുക എന്നതാണ്. ദൈവത്തെപ്പോലെ ആകുക? അതെ. ഇത് നിയമങ്ങൾ അനുസരിക്കുന്നതിനേക്കാൾ വളരെ ആഴത്തിലുള്ളൊരാശയമാണ്. ഓരോ നല്ല ശീലത്തിലൂടെയും ഓരോ സുകൃതത്തിലൂടെയും ഒരു വ്യക്തി ദൈവിക സ്വഭാവത്തോട്, അതായത് നന്മയുടെ പൂർണ്ണതയോട് കൂടുതൽ അടുക്കുന്നു എന്നാണ് ഈ കാഴ്ചപ്പാട്. ഇത് വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ശരി, അപ്പോൾ ഈ ശീലങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണോ അതോ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നതാണോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് തരംതിരിവിലേക്ക് നമുക്ക് വരാം. എന്താണ് മാനുഷിക സുകൃതങ്ങൾ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവ മനുഷ്യ പ്രയത്നത്തിലൂടെ നേടുന്നവയാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട്, വിദ്യാഭ്യാസത്തിലൂടെ, പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പരിശീലിക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നവ. ഇതിൽ 4 വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവയെ തലക്കല്ലായ സുകൃതങ്ങൾ അഥവാ കാർഡിനൽ വെർച്യൂസ് എന്ന് വിളിക്കുന്നു. മറ്റെല്ലാ മാനുഷിക സുകൃതങ്ങളും ഈ 4 ആശ്രയിച്ചിരിക്കുന്നു. കാർഡിനൽ വെർച്യൂസ്, എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? കാർഡിനൽ എന്ന വാക്ക് വരുന്നത് കാർഡോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിനർത്ഥം ചുഴിക്കുറ്റി അഥവാ ഹിഞ്ച് എന്നാണ്. ഹിഞ്ച്? അതെ. ഒരു വാതിൽ അതിൻ്റെ ചുഴിക്കുറ്റിയിൽ കിടന്ന് കറങ്ങുന്നത് പോലെ നമ്മുടെ ധാർമ്മിക ജീവിതത്തിലെ മറ്റെല്ലാ നല്ല ശീലങ്ങളും ഈ 4 സുകൃതങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവയെ അടിസ്ഥാന ശിലകളായി കണക്കാക്കുന്നത്. ഏതൊക്കെയാണ് ആ 4? വിവേകം, നീതി, ധൈര്യം, മിതത്വം. ഓക്കെ, അപ്പം നമുക്കത് ആദ്യത്തേതെടുക്കാം. വിവേകം അഥവാ പ്രൂഡൻസ്. ഇതിനെ സുകൃതങ്ങളുടെ തേരാളി എന്ന് ഈ സ്രോതസ്സിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അതൊരു ശക്തമായ രൂപകമാണല്ലോ. അതെ. ഒരു തേരാളി കുതിരകളെ നിയന്ത്രിച്ച് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതുപോലെ വിവേകം നമ്മുടെ മറ്റു കഴിവുകളെയും വികാരങ്ങളെയും നന്മയിലേക്ക് നയിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, ഏതു സാഹചര്യത്തിലും ശരിയായ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാനും അവിടേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കാനുമുള്ള കഴിവാണ് വിവേകം. ഇത് ഭീരുത്വമോ കാപട്യമോ ഒന്നുമല്ല. അല്ല. മറിച്ച് ധൈര്യം എപ്പോൾ ഉപയോഗിക്കണം, നീതി എങ്ങനെ നടപ്പാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരുതരം മാസ്റ്റർ കൺട്രോളാണിത്. അപ്പോൾ വിവേകം എന്ന് പറയുന്നത് ഒരു ധാർമ്മിക GPS പോലെയാണോ? ലക്ഷ്യം എവിടെയാണെന്ന് മാത്രമല്ല, അവിടേക്കെത്താനുള്ള ഏറ്റവും ശരിയായ അപകടങ്ങളില്ലാത്ത വഴി ഏതാണെന്നും കാണിച്ചു തരുന്ന ഒന്ന്. വളരെ ശരിയാണ്. ആ GPS നമ്മുടെ മനസാക്ഷിയെ നേരിട്ട് നയിക്കുന്നു. ശരിയായ കാര്യം
ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വിവേകമാണ്. അടുത്തത് നീതിയാണ്, ജസ്റ്റിസ്. നിയമപുസ്തകങ്ങളിലും കോടതികളിലുമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്ക്. പക്ഷെ ഇവിടെ അതിന് കുറച്ചുകൂടി വിശാലമായ അർത്ഥമുണ്ടോ? ദൈവത്തിനും അയൽക്കാരനും അവകാശപ്പെട്ടത് നൽകാനുള്ള സ്ഥിരവും ഉറച്ചതുമായ ഇച്ഛാശക്തി എന്നാണ് നിർവചനം. തീർച്ചയായും ഇത് കേവലം നിയമപരമായ കാര്യങ്ങളിൽ ഒതുങ്ങുന്നില്ല. ഇതിന് വളരെ പ്രായോഗികമായൊരു തലമുണ്ട്. ഉദാഹരണത്തിന് ഒരു ടീം പ്രോജക്റ്റിൽ എല്ലാവർക്കും തുല്യമായി ജോലി വീതിച്ചു നൽകുന്നതും ഒരാളുടെ ആശയത്തിന് അർഹമായ അംഗീകാരം കൊടുക്കുന്നതും ഈ നീതിയുടെ ഭാഗമാണ്. സുഹൃത്തുക്കൾക്കിടയിലായാലും കുടുംബത്തിലായാലും ഓരോരുത്തർക്കും അവകാശപ്പെട്ട പരിഗണനയും ബഹുമാനവും നൽകുക നീതിയാണ്. ശരി. ഓരോ വ്യക്തിയുടെയും അവകാശങ്ങളെ മാനിക്കുന്നതിലൂടെ സമൂഹത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാകുന്നു എന്ന വലിയ ആശയമാണിതിന് പിന്നിൽ. ഈ സ്രോതസ്സിൽ ഉദ്ധരിക്കുന്നൊരു വാക്യമുണ്ട്: ദരിദ്രനോട് പക്ഷപാതം കാണിക്കുകയോ വലിയവനെ പരിഗണിക്കുകയോ ചെയ്യരുത്, നീതിയോടെ നിന്റെ അയൽക്കാരനെ വിധിക്കുക എന്ന്. അത് ഈ ആശയത്തിന് കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട്. ഇനി മൂന്നാമത്തേത്, ധൈര്യം അഥവാ ഫോർട്ടിറ്റ്യൂഡ്. ധൈര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യുദ്ധം ചെയ്യുന്ന പടയാളികളോ അല്ലെങ്കിൽ വലിയ അപകടങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നവരോ ഒക്കെയാണ്. അതുതന്നെയാണോ ഇവിടെയും ഉദ്ദേശിക്കുന്നത്? ശാരീരികമായ ധൈര്യം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിലുപരി ഇവിടെ ഊന്നൽ നൽകുന്നത് ധാർമ്മികമായ ധൈര്യത്തിനാണ്. ധാർമ്മികമായ ധൈര്യം? അതെ, അതായത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നന്മയുടെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്. ഉദാഹരണത്തിന്, കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ കാണിക്കുന്ന ധൈര്യം. അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും എതിർക്കുമ്പോഴും ശരിയുടെ പക്ഷത്ത് നിൽക്കാനുള്ള ആന്തരിക ശക്തി. മരണഭയത്തെപ്പോലും മറികടന്ന് ഒരു ന്യായമായ കാര്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ഈ സുകൃതമാണ്. അപ്പോൾ ധൈര്യം എന്ന് പറയുമ്പോൾ എടുത്തുചാട്ടവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ സ്രോതസ് അനുസരിച്ച് എവിടെയാണ് ആ വര വരയ്ക്കേണ്ടത്? വളരെ നല്ല ചോദ്യം. അവിടെയാണ് നമ്മൾ ആദ്യം സംസാരിച്ച വിവേകത്തിന്റെ പ്രസക്തി. ഓക്കേ. വിവേകമില്ലാത്ത ധൈര്യം വെറും എടുത്തുചാട്ടമാണ്. ഏത് കാര്യത്തിനാണ് ധൈര്യം കാണിക്കേണ്ടത്, എവിടെയാണ് അപകടം, എന്താണ് യഥാർത്ഥ നന്മ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ധൈര്യം ഒരു സുകൃതമാകുന്നത്. അപ്പോ വിവേകമാകുന്ന തേരാളി ധൈര്യമാകുന്ന കുതിരയെ നിയന്ത്രിക്കുന്നു. അതെ അതെ, ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. ശരി. ഇനി നാലാമത്തെ അടിസ്ഥാന സുകൃതം, മിതത്വം അഥവാ ടെമ്പറൻസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിലെയും മറ്റുമുള്ള നിയന്ത്രണമാണ് ഓർമ്മ വരുന്നത്. അതെ, അതുതന്നെയാണ് പ്രധാന ആശയം. സുഖങ്ങളോടുള്ള നമ്മുടെ ആകർഷണത്തെ നിയന്ത്രിക്കുകയും നല്ല വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുകയും ചെയ്യുന്ന ശീലമാണിത്. ഒരു ബാലൻസ്. ഇത് നമ്മുടെ ആഗ്രഹങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒരു മാന്യമായ പരിധിക്കുള്ളിൽ നിർത്തുന്നു. ഇത് പണ്ടത്തെ കാലത്തെക്കുറിച്ച് മാത്രമല്ല. ശരിയാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഇത് ബാധകമാണ്. മണിക്കൂറുകളോളം ഫോണിൽ സമയം കളയാതെ ആവശ്യമുള്ളത് കഴിഞ്ഞ് അത് മാറ്റിവെക്കാനുള്ള കഴിവും ഒരു തരം മിതത്വം തന്നെയാണ്. അമിതമായ ഷോപ്പിംഗ്. അതെ, അനാവശ്യമായ ചിലവഴിക്കൽ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതും ഈ സുകൃതമാണ്. ഈ 4 സുകൃതങ്ങളെയും കുറിച്ച് പറയുമ്പോൾ ആദ്യകാല ക്രിസ്തീയ ചിന്തകരിൽ പ്രമുഖനായ വിശുദ്ധ അഗസ്റ്റീന്റെ ഒരു കാഴ്ചപ്പാട് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായി ഈ 4 എണ്ണത്തിനെയും ബന്ധിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അഗസ്റ്റീൻ പറയുന്നത് ഈ 4 സുകൃതങ്ങളും ഒരേ ഒരു കാര്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ്: ദൈവത്തോടുള്ള സ്നേഹം. സ്നേഹത്തിൽ നിന്നോ? അതെ, അദ്ദേഹം ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നു: ഈ സ്നേഹം മിതത്വത്തിലൂടെ കളങ്കമില്ലാതെയും പൂർണ്ണമായും ദൈവത്തിനായി സൂക്ഷിക്കപ്പെടുന്നു. ധൈര്യത്തിലൂടെ ഒരു ദുരിതത്തിനും ആ സ്നേഹത്തെ തകർക്കാൻ കഴിയില്ല. നീതിയിലൂടെ ആ സ്നേഹം ദൈവത്തെ മാത്രം സേവിക്കുന്നു, മറ്റൊന്നിനും അടിമപ്പെടുന്നില്ല. പിന്നെ വിവേകത്തിലൂടെ അത് ചതിയിൽപ്പെടാതെ എപ്പോഴും ജാഗരൂകരായിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ 4 സുകൃതങ്ങളും ഒരേ സ്നേഹത്തിന്റെ 4 വ്യത്യസ്ത ഭാവങ്ങളാണെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതെ അതെ, അത് വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ പ്രയത്നത്തിലൂടെയും പരിശീലനത്തിലൂടെയും നേടിയെടുക്കാൻ കഴിയുന്ന 4 അടിസ്ഥാന ശീലങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്, അല്ലേ? ദൈവിക സുകൃതങ്ങൾ. അതെ, ഇവിടെയാണ് ഈ ചർച്ചയുടെ ഗതി മാറുന്നത്. ഇതുവരെയുള്ളവയെല്ലാം ഒരു നല്ല മനുഷ്യനായി, നല്ലൊരു പൗരനായി ജീവിക്കാനുള്ള അടിത്തറയാണെങ്കിൽ, ദൈവീക സുകൃതങ്ങൾ മനുഷ്യനെ അതിനപ്പുറം ഒരു ദൈവീക തലത്തിലേക്ക് ബന്ധിപ്പിക്കുന്നുവെന്നാണ് ഈ സ്രോതസ് പറയുന്നത്.
ഓക്കേ. ഇവയുടെ പ്രത്യേകത ഇവയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവം തന്നെയാണെന്നതാണ്. ഇവ മനുഷ്യന്റെ കഴിവിനപ്പുറത്തുള്ളവയാണ്. ദൈവം നേരിട്ട് വിശ്വാസികളുടെ ആത്മാവിലേക്ക് നൽകുന്ന ദാനങ്ങളായിട്ടാണ് ഇവയെ കാണുന്നത്. എത്ര എണ്ണമുണ്ട്? 3 എണ്ണമാണുള്ളത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതിൽ ആദ്യത്തേത് വിശ്വാസം, ഫെയ്ത്ത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ലേ? അതെ, പക്ഷെ അത് വെറുമൊരു ബുദ്ധിപരമായ അംഗീകാരമല്ല. ദൈവമുണ്ടെന്നും അവിടുന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സത്യമാണെന്നും അംഗീകരിക്കുന്നതിനപ്പുറം സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് വിശ്വാസം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പുണ്ട്. എന്താണത്? പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഒരു മിനിറ്റ്. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരാൾക്കും മനസ്സിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ എന്നാണോ? പ്രവൃത്തിയിലൂടെ അത് തെളിയിച്ചില്ലെങ്കിൽ ആ വിശ്വാസത്തിന് വിലയില്ലെന്നാണോ ഈ സ്രോതസ് പറയുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പ്രത്യാശയും സ്നേഹവും ഇല്ലാത്ത, പ്രവൃത്തികളായി പുറത്തുവരാത്ത വിശ്വാസം ഒരു വ്യക്തിയെ ദൈവവുമായി പൂർണ്ണമായി ഒന്നിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസമെന്നത് സജീവമായ ഒന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും കഴിയണം. ശരി. അടുത്തത് പ്രത്യാശ അഥവാ ഹോപ്പ്. ഇതെങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? വിശ്വാസം ദൈവമുണ്ടെന്നും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അംഗീകരിക്കുന്നതാണെങ്കിൽ, പ്രത്യാശ ആ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ്. പ്രതീക്ഷ. അതെ, സ്വർഗരാജ്യത്തെയും നിത്യജീവിതത്തെയും നമ്മുടെ യഥാർത്ഥ സന്തോഷമായി ആഗ്രഹിക്കാനും അതിനായി കാത്തിരിക്കാനുമുള്ള കഴിവാണ് പ്രത്യാശ. ഇത് നമ്മളെ നിരാശയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും സംരക്ഷിക്കുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും മുന്നോട്ടു നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണത്. അതുകൊണ്ടാണ് ഈ സ്രോതസ്സിൽ പ്രത്യാശയെ ആത്മാവിന്റെ ഉറപ്പും സ്ഥിരതയുമുള്ള നങ്കൂരമെന്ന് വിശേഷിപ്പിക്കുന്നത്. കൊടുങ്കാറ്റുള്ള കടലിൽ ഒരു നങ്കൂരം കപ്പലിനെ പിടിച്ചു നിർത്തുന്നതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രത്യാശ നമ്മെ താങ്ങി നിർത്തുന്നു. ഇതൊക്കെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളാണെങ്കിലും ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതിനെങ്ങനെ പ്രസക്തിയുണ്ട്? ഉദാഹരണത്തിന്, ഈ പ്രത്യാശ എന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെടുത്തി കാണാൻ കഴിയുമോ? തീർച്ചയായും. ഇത് കേവലം ഒരു ശുഭാപ്തി വിശ്വാസമല്ല, നാളെയെല്ലാം ശരിയാകുമെന്നൊരു തോന്നൽ മാത്രമല്ല. ഓക്കെ. മറിച്ച് നമ്മുടെ കഴിവിനപ്പുറം നമ്മെ സഹായിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ്. ആ ബോധ്യം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പോലും ഒരു വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ കരുത്തു നൽകും. സന്തോഷത്തിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാം ആഗ്രഹത്തിന് ദൈവം നൽകുന്ന ഉത്തരമാണ് പ്രത്യാശ എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ദൈവീക സുകൃത്തത്തിലേക്ക് വരാം. സ്നേഹം അഥവാ ചാരിറ്റി. എന്തുകൊണ്ടാണ് ഇതിനെ എല്ലാ സുകൃത്തങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പറയുന്നത്? കാരണം മറ്റെല്ലാ സുകൃതങ്ങൾക്കും ജീവനും അർത്ഥവും നൽകുന്നത് സ്നേഹമാണ്. നിർവചനം ഇങ്ങനെയാണ്: ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുക, ആ ദൈവസ്നേഹത്തെ പ്രതി അയൽക്കാരനെ തന്നെപ്പോലെ സ്നേഹിക്കുക. യേശു ഇതിനെ പുതിയ കൽപ്പന എന്ന് വിളിച്ചു എന്ന് ഈ സ്രോതസ് ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമില്ലെങ്കിൽ മറ്റെല്ലാ സുകൃതങ്ങളും ഒരുപക്ഷെ ദിശാബോധമില്ലാത്തതായിത്തീരാം. അതൊന്ന് വിശദീകരിക്കാമോ? സ്നേഹമില്ലെങ്കിൽ ധൈര്യവും നീതിയുമൊക്കെ എങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഉദാഹരണത്തിന്, സ്നേഹത്താൽ നയിക്കപ്പെടാത്ത ധൈര്യം അത് വെറുമൊരു സാഹസികതയോ അഹങ്കാരമോ ആയി മാറാം. ശരിയാണ്. തന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി മാത്രം അപകടത്തിലേക്ക് എടുത്തു ചാടുന്നത് ധീരതയല്ല. എന്നാൽ മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി അപകടം വരിക്കുന്നത് സ്നേഹത്താൽ നയിക്കപ്പെടുന്ന ധൈര്യമാണ്. അതുപോലെ സ്നേഹവും കരുണയുമില്ലാത്ത നീതി ക്രൂരതയായി മാറാം. നിയമം അക്ഷരം പ്രതി നടപ്പാക്കുമ്പോൾ അതിലെ മനുഷ്യത്വം നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് സ്നേഹത്തെ സകലത്തെയും പൂർണ്ണമായ യോജിപ്പിൽ ബന്ധിപ്പിക്കുന്നത് എന്നും എല്ലാ സുകൃതങ്ങളുടെയും രൂപം, ഫോം ഓഫ് ഓൾ വെർച്യൂസ് എന്നും പറയുന്നത്. അത് മറ്റെല്ലാറ്റിനും ശരിയായ രൂപവും ഭാവവും നൽകുന്നു. പൗലോസ് അപ്പസ്തോലന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വിവരണം വളരെ പ്രശസ്തമാണല്ലോ. അതും ഈ ഭാഗത്ത് ഉദ്ധരിക്കുന്നുണ്ട്. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്നിങ്ങനെ പോകുന്നു. അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നിൽ ഏറ്റവും വലുത് സ്നേഹമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതെ, കാരണം കാലം പൂർത്തിയാകുമ്പോൾ നമുക്കിനി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ദൈവത്തെ നേരിൽ കാണും. പ്രത്യാശയുടെയും ആവശ്യമില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു.
എന്നാൽ സ്നേഹം മാത്രം എപ്പോഴും നിലനിൽക്കും. അതെ, എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ടാണ് സ്നേഹം ഏറ്റവും വലുതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്രോതസ്സിലൂടെയുള്ള നമ്മുടെ ഈ യാത്രയുടെ ഒരു സംഗ്രഹം ഇങ്ങനെ പറയാം. ഒരു നല്ല ജീവിതം പടുത്തുയർത്താൻ 2 തരം ചേരുവകൾ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ പ്രയത്നത്തിലൂടെയും പരിശീലനത്തിലൂടെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അടിത്തറ. അതാണ് വിവേകം, നീതി, ധൈര്യം, മിതത്വം എന്നീ 4 മാനുഷിക സുകൃതങ്ങൾ. ശരിയാണ്. ആ അടിത്തറയ്ക്ക് മുകളിൽ നമ്മെ ദൈവിക തലത്തിലേക്ക് ഉയർത്തുന്ന ദൈവം നൽകുന്ന ദാനങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ 3 ദൈവിക സുകൃതങ്ങൾ. ഈ ചട്ടക്കൂടനുസരിച്ച് സുകൃത ജീവിതം എന്നത് തിന്മ ഒഴിവാക്കുക എന്നതു മാത്രമല്ല, നന്മ ചെയ്യാനുള്ള സജീവവും ഉറച്ചതുമായ ഒരു മനോഭാവമാണ്. ശരിയാണ്. മറ്റെല്ലാത്തിനും ജീവൻ നൽകുന്ന പരമമായ സുകൃതമായി നിലകൊള്ളുന്നു. മാനുഷിക സുകൃതങ്ങൾ ഒരു നല്ല കാർ ഓടിക്കാൻ പഠിക്കുന്നതുപോലെയാണ്. ഓക്കെ. എന്നാൽ ദൈവിക സുകൃതങ്ങൾ നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനവും, അതായത് സ്വർഗം, ഒരു മാപ്പും, അതായത് വിശ്വാസം, വഴിയിൽ ഇന്ധനം തീരാതെ നോക്കാനുള്ള ഉറപ്പും പ്രത്യാശയും നൽകുന്നു. സ്നേഹം എന്നു പറയുന്നത് ആ യാത്രയുടെ മുഴുവൻ ഉദ്ദേശവുമാണ്. വളരെ മനോഹരമായ ഒരു ഉപമയാണത്. ഈ പുസ്തകത്തിലെ ഈ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: സ്നേഹം സ്നേഹിക്കാനുള്ള നമ്മുടെ മാനുഷിക കഴിവിനെ ശുദ്ധീകരിക്കുകയും അതിനെ ദൈവിക സ്നേഹത്തിന്റെ അമാനുഷിക പൂർണ്ണതയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം ഇതാ: സ്നേഹിക്കാനുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ കഴിവിനെ പൂർണ്ണമാക്കുന്ന ഒരു ദൈവിക ദാനമാണ് സ്നേഹം എന്ന സുകൃതമെങ്കിൽ, നമ്മൾ ദിവസവും കാണുകയോ ചെയ്യുകയോ ചെയ്യുന്ന ദയയുടെയും കരുതലിന്റെയും ചെറിയ പ്രവൃത്തികളെക്കുറിച്ച് അത് നമ്മോട് എന്താണ് പറയുന്നത്? ആ പ്രവൃത്തികളെ നിങ്ങൾ ഇന്നു മുതൽ നോക്കിക്കാണുന്ന രീതിയെ ഈ ആശയം എങ്ങനെ മാറ്റിയേക്കാം?